ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവ്ജിയും മഹിയും കണ്ടിട്ട് ശ്രീദേവി ഒരു കാര്യം ചോദിക്കാട്ടോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. എന്താ ശ്രീദേവിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ എന്നും ദേവ്ജി പറയുന്നുണ്ട്. കൺമണിയെ കാണാനില്ല, കൺമണി എവിടെയെന്ന് ചോദിക്കാട്ടോ. അതെന്തിനാ ശ്രീദേവി കൺമണിയെ അന്വേഷിക്കുന്നത്? അത് സർ, എനിക്കൊരു ഡിസൈനിനെ കുറിച്ച് പറയാനാണ്, അല്ലെങ്കിൽ ഡിസൈനിനെ കുറിച്ച് അന്വേഷിക്കാനാണെന്ന് പറയുന്നത്. ഏത് ഡിസൈനിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ല, എനിക്കൊരു സംശയം തീർക്കാനാണ് സർ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ശ്രീദേവി ഒന്ന് ഉരുളണം കേട്ടോ ദേവ്ജിയുടെ മുന്നിൽ. മറ്റ് വേറൊന്നുമല്ല, അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവ്ജിക്ക് അറിയാലോ കൺമണിയും കൃഷും എങ്ങോട്ടാണ് പോയതെന്ന്. മാനസയാണെങ്കിലോ ശ്രീദേവിയെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത്രയും പെട്ടെന്ന് അവരെവിടെയാണ് പോയതെന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നെ ദേവ്ജി പറയുന്നുണ്ട്, ഇത് ശ്രീദേവിക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടാണോ ശ്രീദേവി ഇപ്പോൾ സംസാരിക്കുന്നത്? അയ്യോ അങ്ങനെയൊന്നുമല്ല സർ, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മാനസ പോലെ ആരെങ്കിലുമാണ് ശ്രീദേവി ഇത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരോടും കൂടി നീ ഒന്ന് പറഞ്ഞേക്ക്, കൺമണിയും കൃഷും കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ വരില്ല എന്ന് കേട്ടോ. അങ്ങനെ തന്നെ ശ്രീദേവി ഒന്ന് ചമ്മലോടുകൂടി തന്നെ പോവുകയാണ്. ഈ വിവരം തന്നെ ചെന്നിട്ട് മാനസിയോട് വിളിച്ച് പറയുന്നുണ്ട്, മാഡം കൺമണിയും കൃഷും ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല, അവർ കുറച്ച് ദിവസം ഇനി ഓഫീസിലുണ്ടാവില്ല എന്നാണ് ദേവ് സാർ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു. അവരെങ്ങോട്ടാണ് പോയത്? എന്തായാലും കൺമണിയും കൃഷും ഒരുമിച്ചാണ്, എങ്ങോട്ടാണ് പോയതെന്നൊന്നും ദേവ് സാർ പറഞ്ഞിട്ടില്ല മാഡം, അതുകൊണ്ട് തന്നെ എനിക്കതിനെ അറിയില്ല. ഒരു കാര്യം ചെയ്യാം, കൺമണിയും കൃഷും എങ്ങോട്ടാണ് പോയതെന്ന് അറിയുന്ന ദേവ്ജിയെ പോലെ അടുപ്പമുള്ള മറ്റൊരാളും കൂടി അവിടെ ഉണ്ടെന്ന്. ആരാണ് മേഡം എന്ന് ചോദിക്കുമ്പോൾ മഹിബാൽ, സാറിനറിയോ? ഓ, അവനെല്ലാം അറിയും, കൃഷിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അവൻ, അവൻ എല്ലാ കാര്യവും അറിയും. പക്ഷേ ശ്രീദേവി വിചാരിച്ചാൽ അവൻ മണി പോലെ കാര്യങ്ങൾ പറയുമെന്ന് പറയുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് തുറന്നു പറയൂ. ശ്രീദേവി ഒരു കാര്യം മനസ്സിലാക്കണം, ശ്രീദേവി ഒരു പെണ്ണും മഹിബാൽ ഒരാണുമാണ്. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ശ്രീദേവി ഈ ചെയ്യുന്നതിനെല്ലാം തന്നെ ഉപകാരം പ്രതീക്ഷിക്കുന്ന അപ്പുറത്തിൽ ഞാൻ തരും എന്ന രീതിയിലൊക്കെ ശ്രീദേവിയോട് മനസ്സ് പറയുന്നു. എന്നാൽ ഞാൻ നോക്കാം മാഡം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ശ്രീദേവി മഹിബാലിനെ കാണുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് മുട്ടുന്നുണ്ട് കേട്ടോ. അയ്യോ സർ, എനിക്ക് വേദനിച്ചു എന്ന് പറയുന്നു. അയ്യോ ശ്രീദേവി, ഞാൻ കണ്ടില്ല, അത് സാരല്ല സർ, ഞാനല്ലേ സാറിൻ്റെ അടുത്തേക്ക് വന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ സർ, എനിക്ക് സർ നല്ല ജിമ്മാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെയോ, ഞാൻ ജിമ്മിലൊക്കെ പോവാറുണ്ട്. സർ ഏത് ജിമ്മിലാണ് പോകണം? ഇവിടെ ഡയമണ്ട് ജിമ്മിലാണ് പോകണമെന്ന് പറയുന്നു കേട്ടോ. ഓ, അത് സെലിബ്രിറ്റീസ് വരുന്ന ജിമ്മാണല്ലോ. സർ, എനിക്കും എൻ്റെ ശരീരം നോക്കിയിട്ട് കുറച്ചായി, എനിക്ക് എൻ്റെ ശരീരം ഒന്ന് നോക്കണമെന്നുണ്ട്. ആ ജിമ്മിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അവിടെ അറിയുന്ന ഒരാളുമായിട്ട് പരിചയം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. സാറ് വിചാരിച്ചാൽ എനിക്ക് ജിമ്മിൽ പോകാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു മെമ്പർഷിപ്പ് എടുത്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ ശ്രീദേവി, ഞാൻ തീർച്ചയായും ചെയ്യാമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ശ്രീദേവി പോകുന്നു കേട്ടോ. അപ്പോൾ തന്നെ തൻ്റെ മസിലൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ മഹി. വീണ്ടും നമ്മുടെ അമ്മായിമാരെ കേട്ടോ കാണിക്കുന്നത്. അമ്മായിമ്മയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയില്ലല്ലോ, അത് കാരണം തന്നെ വീട്ടിനുള്ള ചെറിയ കൃഷിപ്പണിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് നന്നായി അലിഗയിൽ നിന്ന് പോന്നപ്പോഴാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ സാധിച്ചല്ലോ. ഓ, എനിക്ക് മടുത്തു, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ കൊണ്ട് മടുത്തു. അലിഗേനകത്താണെങ്കിൽ ആ എ സിക്കകത്തിരുന്നാൽ ആരെങ്കിലും എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും എന്തായാലും സുലോചന വരുന്നുണ്ട്. ഭാമേച്ചി, ശാന്തേച്ചി, ഒരു കാര്യം അറിഞ്ഞോ? എന്താ സുലോചന ഈ പറയുന്നത്? വരുൺ വന്നിട്ടുണ്ട്, കൺമണിയുടെ റൂമിലൊക്കെ കയറിയിട്ടുണ്ട്. അവൻ ഇവിടെ അത്ര ഇനി പൊറുതി തുടങ്ങുന്നത്. കൺമണിയെ അല്ലെങ്കിൽ കെട്ടിച്ചു തരണം, അല്ലെങ്കിൽ 101 പവനും 10 ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കണം എന്നൊരു നിബന്ധനയിലാണ് അവൻ ഇവിടെ കയറിക്കൂടിയിരിക്കുന്നത്. അതിനിത് കൺമണിയുടെ വീടല്ലേ, അവനെങ്ങനെ കയറാൻ സാധിക്കും? അതിപ്പോൾ എന്ത് ചെയ്യാനാ? ധനലക്ഷ്മി കൊടുക്കാത്തോളം കാലം അവൻ താമസിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അത് ധനലക്ഷ്മിയാണ് കൊടുക്കേണ്ടത്, കാരണം ഇത് കൺമണിയുടെ വീടാണ്, അപ്പോൾ നമ്മുടെയും വീടാണ്, നമുക്ക് പറയാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ചെല്ലുന്നു. അങ്ങനെ വരുണാണെങ്കിലും ഏട്ടത്തി ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ ജ്യൂസ് ഏട്ടത്തി കൊണ്ടുപോയി കൊടുക്കുന്നു. വേറെ നിവൃത്തിയൊന്നുമില്ല ധനലക്ഷ്മിക്ക്. ഞാൻ എന്ത് പറഞ്ഞാലും അപ്പം കൊണ്ടുവരണം കേട്ടോ ഏട്ടത്തി, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അതിനുശേഷം തന്നെ സുലോചനയും ബാക്കി അമ്മായിമാരെല്ലാവരും കൂടി വന്നതിന് ശേഷം ആ ജ്യൂസ് ഇങ്ങ് തന്നേന്ന് പറഞ്ഞിട്ട് അവർ കുടിക്കട്ടോ. എന്ത് ചെയ്യുന്നു? വരുണിന് കൊടുക്കുന്ന ജ്യൂസാണ്, അവനിപ്പോൾ അങ്ങനെ കുടിക്കേണ്ട, നീ അവനെങ്ങനെ ഊട്ടേണ്ട ആവശ്യമില്ല എന്ന് പറയാം കേട്ടോ.
ഇത് കൺമണിയുടെ വീടാണ്, നീ എന്തിനാടാ ഇവിടെ വന്ന് താമസിക്കുന്നത്? ഈ ധനലക്ഷ്മി നിനക്ക് പൈസ തരാനുണ്ടെങ്കിൽ ഇവളോട് ചോദിക്കുക, അല്ലാതെ ഇവിടെ വന്ന് താമസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേന് അതെന്ത് പണിയാണ് നിങ്ങൾ കാണിച്ച്, നിങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ ഞാൻ തന്നിട്ടില്ലേ, അതെല്ലാം നിങ്ങളിങ്ങനെ തിരിച്ചു താ എന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് അമ്മായിമാർ അതൊന്നും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി പൊരിഞ്ഞ അടി നടക്കുക കേട്ടോ ചെയ്യുന്നത്. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, എന്നെ അടിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ, എൻ്റെ പേരിൽ അടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും, എന്തായാലും നല്ല രസമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ കൺമണിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരാട്ടോ ചെയ്യുന്നത്. എന്തെവിടെ പ്രശ്നം, വഴിയിൽ കേൾക്കാലോ നിങ്ങളുടെ ഈ സൗണ്ടൊക്കെ എന്ന് പറയുന്നു. അതെന്ത് പണിയായിട്ടാ കാണിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ താമസിക്കുന്നു, ആ 101 പവനും 10 ലക്ഷം രൂപ തിരിച്ച് കിട്ടില്ലെങ്കിൽ ഇവനെ ഇറങ്ങി പോകണില്ല എന്നാണ് പറയുന്നത്. ഇത് ധനലക്ഷ്മി കാരണമല്ലേ, ഇവളല്ലേ കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നു. പിന്നെ എന്തായാലും അച്ഛൻ ഇതിലെന്താ ഇടപെടാൻ സാധിക്കുമോ, കൺമണി അവളെ എനിക്ക് കെട്ടിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ലക്ഷ്മി പറയുന്നുണ്ട്, ഇതിനൊരു പോംവഴി അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ പെട്ടെന്ന് അനിരുദ്ധൻ സാറ് അരുണിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിണ്ടാതിരിക്കേ, സാറ് വിളിക്കുന്നു, എല്ലാത്തിനും ഞാനിപ്പോൾ കൊണ്ടുപോകാൻ പറയുമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ എന്താ സാർ വിളിച്ചത്, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ചിലരൊക്കെ ഒന്ന് നാടകം എടുക്കാൻ നോക്കുന്നുണ്ട്, അവരൊക്കെ ഒതുങ്ങുന്നുണ്ടെന്ന് പറയുകയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. കൃഷും കൺമണിയും ഒരു സ്ഥലത്തുണ്ട്, അവിടെ വെച്ച് ഞങ്ങളുടെ പോലീസുകാർ അവരെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ തനിച്ചോളൂ, പിന്നെ ആ ഏരിയയിൽ ആരുമില്ലാത്തൊരു സ്ഥലമാണ്, പിന്നെ കൂടാത്തതിന് ചെറിയൊരു തണുപ്പും, വരുണെ നീ സൂക്ഷിച്ചോ എന്ന് പറയുന്നു കേട്ടോ. അത് കാണുമ്പോഴത്തേനും വരുണൻ ദേഷ്യം വരുന്നു. അപ്പോഴത്തേനും എവിടെയെന്നറിയാം, മോളിപ്പോൾ കൃഷിൻ്റെ കൂടെയാണെന്ന് പറയാം കേട്ടോ. നല്ല തന്ത, എന്തായാലും മോളെ വളർത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നു, ഇതെന്തായാലും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി മാനസയെ വിളിക്കുന്നു കേട്ടോ. നിങ്ങളൊരു പെണ്ണാണോ, നിങ്ങൾ പെണ്ണായിരുന്നെങ്കിൽ ആ കൃഷി നിങ്ങളുടെ അടുത്ത് വിട്ട് പോയില്ലായിരുന്നല്ലോ, എന്താ വരുണി പറയുന്നത്, കൃഷും കൺമണി എവിടെയാണെന്നാണ് നിങ്ങളെ വിചാരം, അവരാടൊഴിഞ്ഞൊരു സ്ഥലത്തുണ്ട്, ഞങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു, എന്തായാലും കൃഷിനെയും കൺമണിയും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട മാനസ്, എവിടെയെന്നറിയോ കൃഷിയും കൺമണിയുള്ളത്, അവർ വേറൊരു സ്ഥലത്ത് പോയിരിക്കുക, രണ്ടുപേരും തനിച്ച്, ഇനി അവരിങ്ങോട്ട് വരില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹണിമൂൺ ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ എൻഗേജ്മെൻറ്റ് റിങ് അണിയിച്ചിട്ട് അവൻ എന്ത് ചതിയാണ് കാണിക്കുന്നതെന്ന് മാനസ സാഗറിനോടൊക്കെ പറയുമ്പോൾ അനിയൻ പറയുന്നത്, അനിയൻ കൂട്ടാ, ഇവൾ പറഞ്ഞത് ശരിയല്ലേ, ഈ മാനസയുടെ എന്ത് ഉത്തരമാണ് നിനക്ക് പറയാനുള്ളത്, ഒന്നുമില്ലല്ലോ, ആ പാവം പെണ്ണ് ആഗ്രഹിച്ച് കാത്തു നിൽക്കല്ലേ അവനെ, ഒരു കൺമണി, അവൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇതിനെല്ലാം തന്നെ പുറകിൽ ആ ദേവ്ജിയാണ്, ദേവ്ജി ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാം തന്നെ കാരണം, അയാൾ എത്രയും പെട്ടെന്ന് അലിയിൽ നിന്ന് പുറത്താകണമെന്ന് പറയുന്നു കേട്ടോ. നീ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുമെന്ന് പറയുന്നു. സുജു പറയുന്നുണ്ട്, ദേവ്ജി ഒന്നും പറയണ്ടെന്ന് പറയുന്നു. സാഗർ, സുജു നീ എൻ്റെ കയ്യിൽ നിന്ന് വിട്, നീ ഞാനോട് പോയിട്ട് സംസാരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മ സുജുവിനെ പിടിച്ച് നിർത്തുന്നുണ്ട്. സുജു നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, അനിയൻകുട്ടൻ പോയതുകൊണ്ട് പറയുകയല്ല, നീയാണ് ഇതിന് ഒറ്റ ഉത്തരവാദിത്വം, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൺമണിയെ സ്വന്തം മകളെ പോലെ നീ സ്നേഹിച്ചു, ഇവിടെ കൊണ്ട് നടന്നു, ഇപ്പം എന്തായി, അവൾ നമ്മുടെ തലയിൽ കയറിയില്ലേ, ഇനി ഒരിക്കലും അവൾ ഈ കൃഷ്ണനെ കൊണ്ട് പോകുന്നു വാശി പിടിച്ച് നിൽക്കലേ എന്ന് പറയുന്നു. അപ്പോഴത്തേന് സുജു ആ കരയുന്നത്, നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ആൻറ്റിയമ്മ, കാരണം വിഷമം കൊണ്ട് പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെ മാനസയുടെ അടുത്തേക്ക് പോയതിന് ശേഷം, നീയാണ് എൻ്റെ മരുമകൾ, എൻ്റെ കൃഷ്ണൻ്റെ ഭാര്യയായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ, വിളക്ക് കൊളുത്തി നിന്നെയാണ് ഞാൻ സ്വീകരിക്കുള്ളൂ, കൺമണിയല്ല, അവൾ ഈ വീടിൻ്റെ പടി ഇനി ചവിടാൻ സാധിക്കില്ല, അവൾ അലികയിലൊരു ജോലിക്കാരി മാത്രമാണ്, എൻ്റെ മരുമകൾ എൻ്റെ മാനസ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സെ കെട്ടിപ്പിടിക്കുന്നു കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് കഴിയുന്നുണ്ട്. പ്രമോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.